ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇൻഫോ ടോക്ക് ഷോ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ക്വിറ്റ് ഇന്ത്യ ദിന ക്വിസാണ്. നമുക്കറിയാം ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ ദിനമാണല്ലേ. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ ദിനവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ക്വിസ് മത്സരങ്ങളിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ക്വിസ് മത്സരത്തിൽ ഫസ്റ്റ് പ്രൈസ് നേടാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ 1ാം സ്ഥാനം നേടണമെങ്കിൽ വീഡിയോ മുഴുവനായും കണ്ട് എല്ലാ ചോദ്യങ്ങളും പഠിച്ചു വെക്കുക. ഓക്കെ ആണല്ലോ? അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഓരോ വീഡിയോസും കാണുന്നതെങ്കിൽ മറക്കല്ലേ, ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. കൂടെ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തും. ഓക്കെ അല്ലേ? അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് വീഡിയോയ്ക്ക് ഒരു ഹൈപ്പും നൽകാൻ മറക്കല്ലേ. ഓക്കെ ആണല്ലോ? ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? എല്ലാവർക്കും അറിയാം, ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത്. അടുത്ത ചോദ്യം: ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക നാമം എന്തായിരുന്നു? ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക നാമം എന്തായിരുന്നു? ഉത്തരം ഓഗസ്റ്റ് ക്രാന്തി. ഓഗസ്റ്റ് ക്രാന്തി അല്ലെങ്കിൽ ഓഗസ്റ്റ് സമരം എന്നാണ് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം അറിയപ്പെട്ടിരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഡു ഓർ ഡൈ എന്ന വിഖ്യാത മുദ്രാവാക്യം ഗാന്ധിജി നൽകിയത് ഏത് സമരത്തോടനുബന്ധിച്ചാണ്? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഡു ഓർ ഡൈ എന്ന വിഖ്യാത മുദ്രാവാക്യം ഗാന്ധിജി നൽകിയത് ഏത് സമരത്തോടനുബന്ധിച്ചാണ്? ഉത്തരം ക്വിറ്റ് ഇന്ത്യ സമരം. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ സമരത്തോടനുബന്ധിച്ചാണ് ഗാന്ധിജി പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഡു ഓർ ഡൈ എന്ന സന്ദേശം നൽകിയത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 1942 ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ പ്രസംഗം നടത്തിയ മുംബൈയിലെ ചരിത്രപ്രസിദ്ധമായ മൈതാനമേത്? 1942 ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ പ്രസംഗം നടത്തിയ മുംബൈയിലെ ചരിത്രപ്രസിദ്ധമായ മൈതാനമേതാണ്? ഉത്തരം ഇതാണ്, ഗോവാലിയ ടാങ്ക് മൈതാനം. ഇപ്പോൾ ഓഗസ്റ്റ് ക്രാന്തി മൈതാനം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ 1942 ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ പ്രസംഗം നടത്തിയ മുംബൈയിലെ ചരിത്രപ്രസിദ്ധമായ മൈതാനമാണ് ഗോവാലിയ ടാങ്ക് മൈതാനം. അടുത്ത ചോദ്യം നോക്കിക്കോളൂ. ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ നായിക എന്നറിയപ്പെടുന്നത് ആരാണ്? ഹീറോയിൻ ഓഫ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ നായിക എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം അരുണ അസഫ് അലി. നോക്കിക്കോളൂ, ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ നായിക എന്നറിയപ്പെടുന്നത് അരുണ അസഫ് അലിയാണ്. യെസ്. അടുത്ത ചോദ്യം: ക്വിറ്റ് ഇന്ത്യ എന്ന മുദ്രാവാക്യം ആദ്യമായി രൂപപ്പെടുത്തിയത് ആര്? ക്വിറ്റ് ഇന്ത്യ എന്ന മുദ്രാവാക്യം ആദ്യമായി രൂപപ്പെടുത്തിയത് ആരാണ്? ഉത്തരം നോക്കിക്കോളൂ, യൂസഫ് മെഹർ അലി. ക്വിറ്റ് ഇന്ത്യ എന്ന മുദ്രാവാക്യം ആദ്യമായി രൂപപ്പെടുത്തിയ വ്യക്തിയാണ് യൂസഫ് മെഹർ അലി. ഓക്കെ. അടുത്ത ചോദ്യം: ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ആരംഭിച്ച സമയത്ത് ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു? ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ആരംഭിച്ച സമയത്ത് ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു? ഉത്തരം ലിൻലിത്ഗോ പ്രഭു. ലിൻലിത്ഗോ പ്രഭു ആണ് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ആരംഭിച്ച സമയത്തെ ഇന്ത്യയിലെ വൈസ്രോയി. അടുത്ത ചോദ്യം: ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് രഹസ്യ റേഡിയോ പ്രവർത്തിപ്പിച്ച ധീരയായ വനിതയാര്? ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് രഹസ്യ റേഡിയോ പ്രവർത്തിപ്പിച്ച ധീരയായ വനിത ആരാണ്? ഉത്തരം നോക്കിക്കോളൂ, ഉഷ മേത്ത. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് രഹസ്യ റേഡിയോ പ്രവർത്തിപ്പിച്ച ധീരയായ വനിതയാണ് ഉഷ മേത്ത. അടുത്ത ചോദ്യം: ക്വിറ്റ് ഇന്ത്യ സമരത്തിന് തൊട്ടു മുൻപ് ബ്രിട്ടീഷ് സർക്കാർ ഇന്ത്യൻ നേതാക്കളെ അറസ്റ്റ് ചെയ്യാൻ നടപ്പാക്കിയ രഹസ്യ ഓപ്പറേഷൻ ഏത്? ക്വിറ്റ് ഇന്ത്യ സമരത്തിന് തൊട്ടു മുൻപ് ബ്രിട്ടീഷ് സർക്കാർ ഇന്ത്യൻ നേതാക്കളെ അറസ്റ്റ് ചെയ്യാൻ നടപ്പാക്കിയ രഹസ്യ ഓപ്പറേഷൻ ഏതാണ്? ഉത്തരം നോക്കിക്കോളൂ, ഓപ്പറേഷൻ തണ്ടർബോൾട്ട്. ഓപ്പറേഷൻ തണ്ടർബോൾട്ട് എന്ന രഹസ്യ ഓപ്പറേഷനാണ് ക്വിറ്റ് ഇന്ത്യ സമരത്തിന് തൊട്ടു മുൻപ് ബ്രിട്ടീഷ് സർക്കാർ ഇന്ത്യൻ നേതാക്കളെ അറസ്റ്റ് ചെയ്യാൻ നടപ്പാക്കിയത്. ഓക്കെ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ക്വിറ്റ് ഇന്ത്യ പ്രമേയത്തിൻ്റെ കരട് തയ്യാറാക്കിയത് ആരായിരുന്നു? ക്വിറ്റ് ഇന്ത്യ പ്രമേയത്തിൻ്റെ കരട് തയ്യാറാക്കിയത് ആരായിരുന്നു?
ഉത്തരം ജവഹർലാൽ നെഹ്റു. ക്വിറ്റ് ഇന്ത്യ പ്രമേയത്തിൻ്റെ കരട് തയ്യാറാക്കിയതാരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഗാന്ധിജിയെ തടവിലാക്കിയ പൂനെയിലെ കൊട്ടാരം ഏതാണ്? ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഗാന്ധിജിയെ തടവിലാക്കിയ പൂനെയിലെ കൊട്ടാരം ഏതാണ്? ഉത്തരം ആഗാഖാൻ കൊട്ടാരം. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഗാന്ധിജിയെ തടവിലാക്കിയ പൂനെയിലെ കൊട്ടാരമാണ് ആഗാഖാൻ കൊട്ടാരം. ഓക്കെ, മറന്നുപോകാതെ എല്ലാവരും പഠിച്ചു വെക്കുക. അടുത്ത ചോദ്യം. ക്വിറ്റ് ഇന്ത്യ സമരത്തെ പൂർണ്ണമായി എതിർത്ത പ്രമുഖ ഇന്ത്യൻ രാഷ്ട്രീയ പാർട്ടി ഏതാണ്? ക്വിറ്റ് ഇന്ത്യ സമരത്തെ പൂർണ്ണമായി എതിർത്ത പ്രമുഖ ഇന്ത്യൻ രാഷ്ട്രീയ പാർട്ടി ഏതാണ്? ഉത്തരം ഇതാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. അടുത്ത ചോദ്യം. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ബംഗാളിലെ താലൂക്കിൽ സമാന്തര സർക്കാർ സ്ഥാപിച്ച ധീരയായ വനിതയാര്? ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ബംഗാളിലെ താലൂക്കിൽ സമാന്തര സർക്കാർ സ്ഥാപിച്ച ധീരയായ വനിതയാരാണ്? ഉത്തരം വരുന്നത് മാതംഗിനി ഹസ്ര. മാതംഗിനി ഹസ്ര. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ബംഗാളിലെ താലൂക്കിൽ സമാന്തര സർക്കാർ സ്ഥാപിച്ച ധീരയായ വനിതയാണ് മാതംഗിനി ഹസ്ര. അടുത്ത ചോദ്യം. ക്വിറ്റ് ഇന്ത്യ സമരത്തിന് തൊട്ടു പിന്നാലെ 1944 അന്തരിച്ച ഗാന്ധിജിയുടെ ഭാര്യ ആരാണ്? ക്വിറ്റ് ഇന്ത്യ സമരത്തിന് തൊട്ടു പിന്നാലെ 1944 അന്തരിച്ച ഗാന്ധിജിയുടെ ഭാര്യ ആരാണ്? യെസ്, കസ്തൂർബ ഗാന്ധിയാണ്. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് തൊട്ടു പിന്നാലെ 1944 കസ്തൂർബ ഗാന്ധി അന്തരിക്കുന്നത്. ആഗാഖാൻ കൊട്ടാരത്തിൽ തടവിലിരിക്കെയാണ് കസ്തൂർബ ഗാന്ധി അന്തരിക്കുന്നത്. ഓക്കെ ആണല്ലോ, വർഷം ഓർത്തു വെക്കുക, 1944. അടുത്ത ചോദ്യം. ബ്രിട്ടീഷ് സർക്കാർ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തെ നിരോധിച്ചുകൊണ്ട് പുറപ്പെടുവിച്ച ഓർഡിനൻസ് ഏതാണ്? ബ്രിട്ടീഷ് സർക്കാർ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തെ നിരോധിച്ചുകൊണ്ട് പുറപ്പെടുവിച്ച ഓർഡിനൻസ് ഏതാണ്? ഉത്തരം ക്രിമിനൽ ലോ ഭേദഗതി ഓർഡിനൻസ്. ക്രിമിനൽ ലോ ഭേദഗതി ഓർഡിനൻസ്. അടുത്ത ചോദ്യം. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് സമാന്തര സർക്കാരുകൾ രൂപീകൃതമായ ഉത്തർപ്രദേശിലെ പ്രമുഖ ജില്ല ഏത്? ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് സമാന്തര സർക്കാരുകൾ രൂപീകൃതമായ ഉത്തർപ്രദേശിലെ പ്രമുഖ ജില്ല ഏതാണ്? ഉത്തരം വരുന്നത് ബല്ലിയ. ഏതാണ്? ബല്ലിയ. ഓക്കെ, അടുത്ത ചോദ്യം. ക്വിറ്റ് ഇന്ത്യ സമരത്തെ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടതിനു ശേഷമുള്ള ഏറ്റവും ഗുരുതരമായ കലാപം എന്ന് വിശേഷിപ്പിച്ച വൈസ്രോയ് ആര്? ക്വിറ്റ് ഇന്ത്യ സമരത്തെ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടതിനു ശേഷമുള്ള ഏറ്റവും ഗുരുതരമായ കലാപം എന്ന് വിശേഷിപ്പിച്ച വൈസ്രോയ് ആരാണ്? ഉത്തരം ലിൻലിത്ഗോ പ്രഭു. ആരാണ്? ലിൻലിത്ഗോ പ്രഭു. അടുത്ത ചോദ്യം. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തതിന് 1942 തൂക്കിലേറ്റപ്പെട്ട ഒഡീഷയിലെ പ്രമുഖ ആദിവാസി നേതാവ് ആര്? ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തതിന് 1942 തൂക്കിലേറ്റപ്പെട്ട ഒഡീഷയിലെ പ്രമുഖ ആദിവാസി നേതാവ് ആരാണ്? ഉത്തരം ലക്ഷ്മൺ നായിക്. ആരാണ്? ലക്ഷ്മൺ നായിക് ആണ് ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തതിന് 1942 തൂക്കിലേറ്റപ്പെട്ട ഒഡീഷയിലെ പ്രമുഖ ആദിവാസി നേതാവ്. അടുത്ത ചോദ്യം. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം വരുന്നത് മൗലാന അബ്ദുൽ കലാം ആസാദ്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ മൗലാന അബ്ദുൽ കലാം ആസാദ് ആയിരുന്നു. ഫ്രണ്ട്സ്, ക്വിറ്റ് ഇന്ത്യ ദിനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മളിപ്പോൾ കണ്ടത്. എല്ലാ ചോദ്യങ്ങളും നന്നായി പഠിച്ചു വെക്കുക. നിങ്ങൾക്ക് ഫസ്റ്റ് പ്രൈസ് നേടാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്കായുള്ള സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ഇതാണ്. ചോദ്യം നോക്കിക്കോളൂ. ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ നായിക എന്നറിയപ്പെടുന്നത് ആര്? ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ നായിക എന്നറിയപ്പെടുന്നത് ആരാണ്? പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. എല്ലാവരും ഉത്തരം അറിഞ്ഞിരിക്കണം. അപ്പോൾ ഉത്തരം അറിയാവുന്നവരെന്ത് ചെയ്യാം? പെട്ടെന്ന് തന്നെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ പേരും കൂടെ ആഡ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇനി ഏത് വീഡിയോ ആണ് നിങ്ങൾക്ക് ആവശ്യമെന്നുള്ളത് കൂടെ കമൻറ്റ് ചെയ്തോളൂ. എല്ലാ വീഡിയോസും ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് ലഭ്യമാവുന്നതായിരിക്കും. അപ്പോൾ എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്താൻ എന്ത് ചെയ്യണം? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അല്ലേ? അപ്പോൾ വേഗം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. കൂടെ ബെല്ലൈക്കണും എനേബിൾ ചെയ്ത് വെക്കുക. നമുക്കിനി മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.